ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും, അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അറിയിക്കുന്നു. ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം. പിറ്റേന്നാൾ അവർ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്നും ഒരാൾ നിലവിളിച്ചു. ഇന്ന് നിലവിളിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ, നിന്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരുവൻ, നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഉത്തരം നൽകുന്ന ഒരുവൻ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ആ യേശു നിൻ്റെ ജീവിതത്തിൽ നീ നിലവിളിയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന വിഷയത്തിൻ്റെ മേൽ അവൻ നിശ്ചയമായി ഇന്ന് നിനക്ക് മറുപടി നൽകും. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. മഹാദൈവമേ, സ്വർഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് ഇടപെടണം. കർത്താവേ, അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് അവിടുന്ന് ജനത്തോടിടണം. മാനുഷിക ശബ്ദമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തോട് ഇടപെടണം. വചനത്തിന് വിരുദ്ധമായി പോകുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, അടിയനെ താഴ്ത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പിറ്റേന്നാൾ അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്നൊരാൾ നിലവിളിച്ചു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതൻ ആകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പെട്ടെന്നവേ നിലവിളിക്കുന്നു. അത് അവനെ നുരപ്പിച്ചും പീഡിപ്പിക്കുന്നു. പിന്നെ അവൻ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിലും നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, തലമുറകളെ ഓർത്ത് നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ വിഷയം ഏതായാലും എൻ്റെ ദൈവം അവൻ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. നീ എൻ്റെ കർത്താവിൻ്റെ മുന്നിൽ നിന്നെ ഒന്ന് സമർപ്പിക്കുവാൻ നീ ഇന്ന് തയ്യാറെടുത്ത നിൻ്റെ കുടുംബത്തിലുള്ള രോഗാവസ്ഥകളെ മാറ്റുവാൻ, നിൻ്റെ നിലവിളിയുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ, ദൈവിക കരുതലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. പിറ്റേന്നാൾ അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്നും ഒരാൾ നിലവിളിച്ചു. ഇന്ന് കൂട്ടത്തിൽ നിന്ന് നിലവിളിക്കുന്ന, മാറി നിന്ന് നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ കൂട്ടത്തിൽ നിന്ന് ആരും അറിയാതെ ഉള്ളിൽ നീർന്നിക്കൊണ്ട് നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കുന്ന യഹോവയാണ്. അതേ, നിന്നെ കരുതുന്ന ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നീ തകർന്ന് തരിപ്പണമായി എൻ്റെ മുന്നിൽ ഇനി ജീവിക്കുവാൻ ഒരു അവസരവുമില്ല, ഒരു ചാൻസുമില്ല, മരണം മാത്രമുള്ളെന്ന് ഭാരപ്പെടുന്ന ചില വ്യക്തിമണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് നൽകുകയാണ്. പ്രിയ മകനെ, പ്രിയ മകളെ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ നിൻ്റെ തകർച്ചകളെ മാറ്റും. ഞാൻ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ നിനക്ക് പരിഹാരം നൽകും. നീ നിലവിളിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഞാൻ നിനക്കിന്ന് സൗഖ്യം നൽകും. ഞാനിന്ന് നീ നിലവിളിക്കുന്ന കടഭാര വിഷയത്തിൻ്റെ മേൽ ഞാൻ നിനക്ക് അതിനുമേൽ വിടുതൽ നൽകും. നീ അഭിമുഖീകരിക്കുന്ന തലമുറകളെ ഓർത്ത് അഭിമുഖീകരിക്കുന്ന നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ തലമുറകളെ ഞാൻ സന്തോഷമുള്ളവരായി നല്ല തലമുറകളാക്കി മാറ്റും. നീ അഭിമുഖീകരിക്കുന്ന ചില ബിസിനസ് തകർച്ചകളെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ
അതെ, ഇന്ന് ഞാൻ അതിൻ്റെ മേൽ നിനക്ക് നീക്കുപോക്കുകളെ ചെയ്യും. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അതേ, സങ്കീർത്തനം 43:5 എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഇന്ന് സമാധാനമില്ലാതെ ഞെരുങ്ങുന്ന വ്യക്തി ജീവിതമേ, നിനക്ക് സമാധാനം നൽകുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 6:31 പറയുന്നു, എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ആഞ്ഞടിക്കുമ്പോൾ നാം നിരാശപ്പെടാതെ, നാം നെഗറ്റീവ് വാക്കുകളെ പറയാതെ, ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ കർത്താവിനാൽ ജയം പ്രാപിക്കുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കവസ്ഥയിലൂടെ, നിലവിളിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നാം പ്രത്യാശ ദൈവത്തിൽ വെക്കുന്നവരായി മാറണം. നമ്മുടെ ഭാരങ്ങളെ യഹോവയുടെ മേൽ വെക്കുന്നവരായി മാറണം. അതേ, സങ്കീർത്തനം 55:20 പറയുന്ന പോലെ, എൻ്റെ ഭാരം യഹോവയുടെ വെച്ചുകൊള്ളുക, അവൻ പുലർത്തും. അപ്പോൾ നമ്മുടെ ദൈവം നമ്മെ പുലർത്തുന്ന ദൈവമാണ്. നാം നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, നാം ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അവൻ നമുക്ക് ജയം നൽകുന്ന, അവൻ നമുക്ക് വിജയം പകരുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെ കാണുവാൻ സാധിക്കും. ഇന്ന് അതേ മാർത്തയെ പോലെ നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ നിലവിളിയുടെ അനുഭവത്തിലൂടെ എന്തായി തീരുമെന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ രോഗവിഷയത്തിന് മേൽ ഇന്ന് അവൻ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുകയാണ്. നിൻ്റെ കടഭാര വിഷയത്തിൻ്റെ മേൽ, ആ നിലവിളിയുടെ വിഷയത്തിൻ്റെ മേൽ അവൻ ഇന്ന് നീക്കുപോക്കുകളെ ചെയ്തിരിക്കുകയാണ്. ചില കുടുംബങ്ങൾ ജപ്തിയുടെ അവസ്ഥയിൽ നിരാശപ്പെട്ട് അതേ ഇല്ലാതാകുവാൻ പ്ലാനിടുന്ന, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. പ്രിയ കുടുംബമേ, അതേ, നിന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്. ആ യേശു നിൻ്റെ ഭവനത്തിന് ഇന്ന് അവൻ വിടുതൽ നൽകിയിരിക്കുകയാണ്. അത് ഇന്നവൻ നിൻ്റെ ജപ്തിയുടെ അവസ്ഥയ്ക്ക് മേൽ ഒരു നീക്കുപോക്കുകളെ ഒരുക്കുകയാണ്. നീ വിശ്വസിച്ചാൽ, ആമേ എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ കരുതലിനെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ആ ദൈവത്തിൻ്റെ വിടുതലിനെ നിനക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എൻ്റെ മുഖപ്രകാശവും എൻ്റെ രക്ഷയും എൻ്റെ ദൈവമാകുന്നു. അങ്ങനെ ഇനി ഞാൻ അവനെ സ്തുതിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിലവിളിക്കുന്ന അനുഭവം കടന്നു വരുന്ന പല വിഷയമാണ്. കടഭാരമായിരിക്കാം, രോഗാവസ്ഥയായിരിക്കാം, ഏതവസ്ഥയായിക്കൊള്ളട്ടെ, നാം ദൈവത്തെ ആശ്രയം വെച്ചാൽ നിശ്ചയമായി നമുക്ക് അത് വിടുതൽ നൽകുന്ന ഒരു ദൈവിക കരുതലിനെ, ഒരു യേശുവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അതേ, ഒരു തൻ്റെ മകനു വേണ്ടി നിലവിളിക്കുന്ന ഒരു പിതാവിനെ നമുക്ക്, ഒരു മാതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ യേശു അല്പവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ സഹിക്കും, നിൻ്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടഞ്ഞു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി, അപ്പനെ ഏൽപ്പിച്ചു. എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയിൽ വിസ്മയിച്ചു. ഇന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, ഇന്നും നിൻ്റെ ജീവിതത്തിൽ വിസ്മയിക്കുന്ന ദിവസമാണ്. അതിശയം, അത്ഭുതത്തെ കാണുന്ന ദിവസമാണ്. ഈ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ രോഗാവസ്ഥയായിക്കൊള്ളട്ടെ, കടഭാരമായിക്കൊള്ളട്ടെ, ജപ്തി അവസ്ഥയായിക്കൊള്ളട്ടെ, ഏതവസ്ഥയായിക്കൊള്ളട്ടെ, അതേ, എല്ലാവരും ദൈവത്തിൻ്റെ മഹിമയിൽ വിസ്മയിച്ചു. അപ്പോൾ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ചുറ്റുവട്ടം കാണുന്നവർ അതേ വിസ്മയിക്കുന്ന നാളുകളാണ്. അവർ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ കണ്ടുകൊണ്ട് വിസ്മയിക്കുന്ന ഒരു നാളുകൾ.
അതേ, ശിമിയോനും കൂട്ടരും രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാന്നപ്പോൾ യേശുവിൻ്റെ വാക്ക് കേൾക്കി ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകിട്ടം കിട്ടിയപ്പോൾ അവർ അതിശയിച്ചതുപോലെ, അവർ ഭ്രമിച്ചതുപോലെ നിൻ്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് മേൽ എൻ്റെ കർത്താവ് നിനക്ക് ജയം പകർന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അത് ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അത് കടഭാരമായിക്കൊള്ളട്ടെ, രോഗാവസ്ഥ ആയിക്കൊള്ളട്ടെ, ബിസിനസ് തകർച്ചകളായിക്കൊള്ളട്ടെ, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഔഷാബരഹസ്തിയ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അതിൻ്റെ 37-38 വാക്യങ്ങൾ. പിറ്റേന്നാൾ അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്നും ഒരാൾ നിലവിളിച്ചു. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹാദൈവമേ, സ്വർഗ്ഗപിതാവേ, അനേക കുടുംബങ്ങൾക്ക് അവിടുന്ന് ഇന്ന് വിടുതലും ആശ്വാസം നൽകിയതിനായി നന്ദി പറയുന്നു. അനേക ജപ്തിയവസ്ഥകളിൽ നിന്ന് കർത്താവ് ജനത്തെ വിടിവിച്ചതിനായി, രോഗ പ്രശ്നത്തിൽ മേൽന്നിരിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.